ആലപ്പുഴ വട്ടക്കായലിലെ ഹൗസ് ബോട്ട് ടെർമിനലിന് ഒടുവിൽ ശാപമോക്ഷമായിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയൊക്കെ ചെലവാക്കി നിർമ്മിച്ച ശേഷം ഉപേക്ഷിച്ച ടെർമിനൽ സാഹസിക വിനോദസഞ്ചാരത്തിനായി വിട്ടു നൽകി. ഹൗസ് ബോട്ട് ടെർമിനൽ വെറുതെ കിടന്നു നശിക്കുന്നതിനെ പറ്റി മാതൃഭൂമി ന്യൂസ് തന്നെ പലതവണ വാർത്ത നൽകിയിരുന്നു. ഒരു കിലോമീറ്ററോളം വട്ടക്കായലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഹൗസ് ബോട്ട് ടെർമിനൽ വഞ്ചിവീടുകൾക്ക് രാത്രികാലങ്ങളിൽ നങ്കൂരമിടാൻ വേണ്ടി 9 വർഷം മുൻപ് നിർമ്മിച്ചത്. പക്ഷേ പലവിധ കാരണങ്ങളാൽ പദ്ധതി യാഥാർത്ഥ്യമായില്ല. പകരം സിനിമാ ചിത്രീകരണത്തിനും മറ്റുമായിരുന്നു ഇതുവരെ ഉപയോഗിച്ചിരുന്നത്. ഇനി ഈ മനോഹര പ്രദേശം സാഹസിക വിനോദസഞ്ചാര കേന്ദ്രമായി മാറാൻ പോകുന്നു. വിനോദസഞ്ചാര വകുപ്പും സ്വകാര്യ സംരംഭകരും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഏകദേശം 1,50,00,000 രൂപയോടെ ഉൾപ്പെടുത്തി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും DTPCയും അതുപോലെ പ്രൈവറ്റ് സംരംഭകരും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് ഇവിടെ സാധ്യമായിട്ടുള്ളത്. ഇതിൽ വരുന്ന സഞ്ചാരികൾക്ക് ഇവിടെ ജെറ്റ് സ്കൈ, മറ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് തുടങ്ങിയ കാര്യങ്ങൾ ആസ്വദിക്കാവുന്നതാണ്. സാഹസിക വിനോദങ്ങൾക്ക് പുറമെ അധികം വൈകാതെ ലഘുഭക്ഷണശാലകൾ ഉൾപ്പെടെ ടെർമിനലിൽ സജ്ജീകരിക്കും. വഞ്ചിവീടുകൾ നങ്കൂരമിടുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യം ഒരിക്കലും നടപ്പിലാകില്ല എന്നുള്ള പ്രായോഗിക ചിന്തയാണ് ഈ മനോഹരമായ ജെട്ടി സാഹസിക വിനോദസഞ്ചാരത്തിന് വിട്ടുകൊടുക്കാനുള്ള കാരണം. നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. കൊള്ളാല്ലേ, ആലപ്പുഴയുടെയൊക്കെ ഭംഗി, കുട്ടനാടിന്റെ ഭംഗി ഇനി കുറച്ച് സാഹസികമായി ജലമാർഗത്തിലൂടെ കൂടി കണ്ട് ആസ്വദിക്കാൻ കഴിയുമെന്നുള്ളതാണ്. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് തത്സമയം. രഘു, നമ്മുടെ കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയിൽ വലിയൊരു മുതൽക്കൂട്ടായി മാറിയിരിക്കുകയാണ് ഈ പദ്ധതി എന്ന് നമുക്ക് എടുത്തു തന്നെ പറയാം. ആലപ്പുഴയുടെ ഭംഗി കണ്ട് ആസ്വദിക്കാനുള്ള ഒരു വ്യത്യസ്തമായ ആശയം കുറച്ചധികം നാൾ നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഗംഭീരമായി സാക്ഷാത്കരിച്ചു, എന്തായാലും നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു പദ്ധതി? ഇപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ സമയത്ത് രഘുവിടെ നേരിട്ട് എത്തിയിരുന്നു. അപ്പോൾ അവിടുത്തെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് കുറച്ച് സാഹസികമായി തന്നെ എല്ലാം നമുക്ക് ഭംഗി ശരിക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു രീതിയിലാണല്ലേ ഈ ഒരു ജലമാർഗത്തിൽ ഇത് ഒരുക്കിയിരിക്കുന്നത്? ദൃശ്യങ്ങളിൽ കണ്ടുപോലെ തന്നെ അതിനേക്കാൾ അതിമനോഹരമായൊരു പ്രദേശമാണ് ഈ വട്ടക്കായലിലെ ഹൗസ് ബോട്ട് ടെർമിനൽ. നമ്മൾ കടൽപ്പാലത്തിലൂടെ ഒക്കെ സഞ്ചരിച്ചവർക്കറിയാം, ആ കടൽപ്പാലത്തിലൂടെ നമ്മൾ പോകുമ്പോൾ എത്രത്തോളം വലിയൊരു അനുഭവമാണ് നമ്മൾക്കുണ്ടാകുന്നത്. അതിന് സമാനമായ രീതിയിലുള്ളൊരു അനുഭവവും കാറ്റുമൊക്കെ നമുക്ക് ഈ വട്ടക്കായലിലെ ഹൗസ് ബോട്ട് ടെർമിനലിലൂടെ സഞ്ചരിക്കുമ്പോഴും ഉണ്ടാകും. ഹൗസ് ബോട്ട് ടെർമിനലുകൾ പണിഞ്ഞത് ഈ രാത്രികാലങ്ങളിൽ ഹൗസ് ബോട്ടുകൾക്ക് വന്ന് നങ്കൂരമിടാനും ചാർജ് ചെയ്യാനും മറ്റും ആണ്. പക്ഷേ ഈ കായലിൽ വലിയ രീതിയിൽ ഓളം തല്ലും. അപ്പോൾ ഈ ഹൗസ് ബോട്ടുകളൊക്കെ അനങ്ങി മറ്റ് ബോട്ടുകളിലും അല്ലെങ്കിൽ ഈ ടെർമിനലിലും ഒക്കെ വന്ന് ഇടിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഈ ടെർമിനലിലേക്ക് വളരെ ചെറിയൊരു തോട്ടിൽ കൂടി വേണം കടന്ന് ഇങ്ങോട്ട് വരാൻ. അങ്ങനെയൊക്കെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണം അവിടെ ഹൗസ് ബോട്ടുകൾ നങ്കൂരമിട്ടിരുന്നില്ല. 9 വർഷത്തിലധികമായി അത് വെറുതെ കിടക്കുകയായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട്, ഞാൻ ആലപ്പുഴ ബ്യൂറോയിൽ എത്തിയിട്ട് 2 വർഷം കഴിഞ്ഞു. ഞാൻ തന്നെ 2-3 തവണ ഹൗസ് ബോട്ട് ടെർമിനൽ ഉപയോഗശൂന്യമായതിനെ പറ്റി വാർത്ത ചെയ്തിരുന്നു. എന്തായാലും ആ കോടിക്കണക്കിന് രൂപ ചെലവാക്കി നിർമ്മിച്ച് പാഴായി കിടന്ന ഒരു സ്ഥലം ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രയോജനത്തിന് വേണ്ടി നൽകുന്നത് നല്ല കാര്യമാണ്. സാഹസിക വിനോദസഞ്ചാരമാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതിന് ഒപ്പം തന്നെ ആ ടെർമിനലിൽ ചെറിയ ചെറിയ കടകളും ആളുകൾക്ക് ആഹാരം കഴിക്കാനും മറ്റുമൊക്കെയുള്ള കടകൾ കൂടി ആരംഭിക്കുന്നുണ്ട്. അത് എന്തായാലും ആ വിനോദസഞ്ചാരികളെയൊക്കെ അങ്ങോട്ടേക്ക് ആകർഷിക്കാനുള്ള ഒരു കാര്യമാകട്ടെ. പ്രത്യേകിച്ച് ഈ വട്ടക്കായലിൻ്റെ ഒരു സൗന്ദര്യം വളരെ മനോഹരമാണ്. പ്രത്യേകിച്ച് സന്ധ്യസമയത്ത് സൂര്യൻ ആ കടലിലേക്ക് പോകുന്ന ചെറിയ വെട്ടമൊക്കെ ആ ഓളത്തിൽ അടിക്കും. ഒപ്പം തന്നെ മഴ പെയ്യുന്ന സമയത്ത് അവിടെ പോയി നിന്നാൽ അതിമനോഹരമായ കാഴ്ചയാണ്. അങ്ങനെയൊക്കെ ആ മേഖല, ആ ഏരിയ വികസിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പക്ഷേ അപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് അവിടെയുണ്ട്. അവിടേക്ക് ഒരു റോഡ് പണിയാൻ ഇതുവരെ ആയിട്ടില്ല. ആ റോഡുകളൊക്കെ പണിതാൽ കുറച്ചുകൂടി, ഇപ്പോൾ കായലിലൂടെ മാത്രമേ അവിടെ എത്താൻ പറ്റുള്ളൂ, റോഡൊക്കെ പണിതാൽ കുറച്ചുകൂടി അടിസ്ഥാന സൗകര്യത്തിലെ പ്രശ്നങ്ങളും പാളിച്ചകളും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ കഴിയട്ടെ എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇനി വെക്കേഷനൊക്കെ വരാൻ പോവുകയാണ്, ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നേരെ കുഞ്ഞുങ്ങളുമായിട്ട് കുട്ടനാട്ടേക്ക് വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് സാഹസികമായിട്ട് അവിടുത്തെ ജലമാർഗം നമുക്ക് കുട്ടനാടിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിച്ച് തിരിച്ചു മടങ്ങാൻ പറ്റും.